നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയിൽ ബ്രസീൽ ഉറുഗ്വായ്ക്കെതിരെ ക്വാർട്ടർ ഫൈനൽ മത്സരം കളിക്കാൻ ഒരുങ്ങുകയാണ്. പക്ഷേ ബ്രസീലിയൻ ക്യാമ്പിലെ അന്തരീക്ഷം അത്ര മികച്ചതല്ല. ആകെ ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. പുറമെ നിന്നുള്ള വിമർശനങ്ങൾ, ആരാധകരുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം ബ്രസീലിനെ വല്ലാതെ ഉലക്കുന്നുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ഗോൾ ബ്രസീൽ. നമുക്കറിയാം, ഓൾറെഡി ബ്രസീലിന് റഫറിങ്ങുമായി ബന്ധപ്പെട്ട് പരാതികളുണ്ട്. അത് കോൺമബോളിനെ അറിയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കളിയിൽ റഫറിങ് മിസ്റ്റേക്ക് ബ്രസീലിന് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുമുണ്ട്. കൂടാതെ ലോജിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയുണ്ട്. അതിലൊക്കെ ബ്രസീൽ ടീം അസംതൃപ്തരാണ്. അതോടൊപ്പമാണ് ആരാധകരുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു വലിയ ഡിമാൻഡും അതുപോലെ കടുത്ത വിമർശനങ്ങളും. ഇതൊക്കെ യുവ ടീമിനെ വല്ലാതെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് എന്നാണ് ഗോൾ ബ്രസീലിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. നമ്മൾ അതിലേക്കൊന്ന് പോവുകയാണ്. അതിൽ അവർ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ബ്രസീൽ ടീമിൻ്റെ ക്യാമ്പിലെ അറ്റ്മോസ്ഫിയർ ടെൻസ്ഡ് ആണ്. കാരണം ആരാധകർ ഹൈ ഡിമാൻഡ് ചെയ്യുന്ന രൂപത്തിലാണ് കാര്യങ്ങളുള്ളത്. ആരാധകർ ടീമിനോട് അത്തരത്തിൽ പെരുമാറുന്നു. കൂടാതെ വലിയ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് വരുന്നു. ഓപ്പണിംഗ് മത്സരത്തിൽ കോസ്റ്റാറിക്കയ്ക്കെതിരെ മത്സരം സമനിലയായതിനു ശേഷം നായകൻ ഡാനിലോയും ഒരു ആരാധകനും തമ്മിൽ തർക്കമുണ്ടാവുന്നത് വരെ സംഭവിച്ചു. അന്ന് നെയ്മർ ജൂനിയർ അതിൽ ഇടപെട്ട് താരത്തെ സമാധാനിപ്പിച്ച് കൊണ്ടുപോവുകയായിരുന്നു. പരാഗ്വയ്ക്കെതിരെ ആ കളിക്ക് ശേഷം ബ്രൂണോ ഗുയിമാരസുമായി ബന്ധപ്പെട്ട സംഭവം, ഒടുവിൽ ബ്രൂണോ ഗുയിമാരസ് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വന്ന് അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നെ വിനി ജൂനിയർക്കെതിരെ വലിയ രൂപത്തിലുള്ള ക്രിറ്റിസിസം, ജേർണലിസ്റ്റ് തിയാഗോ ലിഫേർട്ട് താരത്തിനെതിരെ വലിയ വിമർശനങ്ങളുമായി രംഗത്തേക്ക് വന്നു. അതിൽ വിനി തന്നെ പിന്നെ പ്രതികരിക്കുന്ന കാഴ്ച കണ്ടു. വിനി പറഞ്ഞത് അയാൾക്ക്, ആ ജേർണലിസ്റ്റിന്, എനിക്കെതിരെ ആരാധകരെ തിരിച്ചുവിടണം, കൂടാതെ ബ്രസീൽ ടീമിനെതിരെ ആരാധകരെ തിരിച്ചുവിടണം. ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഇത് ആർക്കും ഗുണമുണ്ടാക്കില്ല എന്ന് വിനി പ്രതികരിക്കുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായി. ചുരുക്കത്തിൽ ആകെ പുറത്തു നിന്നുള്ള വിമർശനങ്ങൾ, ആരാധകരുമായിട്ടുള്ള ബന്ധത്തിൽ ഉലച്ചിൽ, ഇതൊക്കെ വലിയ രൂപത്തിലുള്ള സമ്മർദ്ദം ബ്രസീലിയൻ യുവ ടീമിൽ ഉണ്ടാക്കുന്നുണ്ട്. അതിനെ എങ്ങനെ മറികടക്കും? കളിക്കളത്തിലെ പ്രതിസന്ധി കൂടാതെ ഇത്തരം വിഷയങ്ങൾ എങ്ങനെ ഈ ടീം മറികടക്കും എന്നുള്ളതാണ് ചോദ്യം. ബ്രസീൽ ടീമിൻ്റെ കോച്ചിങ് സ്റ്റാഫിന് ഇതുമായി ബന്ധപ്പെട്ട അസംതൃപ്തിയുണ്ട് എന്ന് തന്നെയാണ്. ഇത് അൺഫെയർ ആണ്. ഈ ടീമിന് മേൽ ഇത്ര വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്നതും ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതും അൺഫെയർ ആണ് എന്ന് തന്നെയാണ് അവരുടെ അഭിപ്രായം എന്നുകൂടി ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.